ഷിരൂർ ഒരർത്ഥത്തിൽ ജാഗ്രത കുറവിലൂടെ വിളിച്ചുവരുത്തിയ ഒരു ദുരന്തമാണ്. ചെങ്കുത്തായ മലയ്ക്ക് കീഴിൽ ദേശീയപാത നിർമ്മിച്ചപ്പോൾ മതിയായ സുരക്ഷ ഒരുക്കിയില്ല. ഷിരൂരിലേതിന് സമാനമായ മണ്ണിടിച്ചിൽ ദേശീയപാതയിൽ പലയിടത്തുമുണ്ട്. ഷിരൂർ ഗംഗാവാലി ശാന്തമായി ഒഴുകുകയായിരുന്നു. ഓരം ചേർന്ന് ഒരു വൻമല. പുഴയ്ക്കും മലയ്ക്കുമിടയിൽ പൻവേൽ കൊച്ചി കന്യാകുമാരി ദേശീയപാത 66. പാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ ചെറിയ തടസ്സങ്ങളായിരുന്നില്ല ഈ മേഖലയിൽ നേരിട്ടത്. ഒരു വശത്ത് ചെങ്കുത്തായ മലനിര. മലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ ഉയരം 289 മീറ്റർ. ഇത്രയും ഉയരമുള്ള ഈ മലയിലെ മണ്ണിന്റെ സ്വഭാവം പക്ഷേ ഭയപ്പെടുത്തുന്നതാണ്. ഉറച്ച പാറയുടെ സാന്നിധ്യം വളരെ കുറവാണ്. പകരം ചെമ്മണ്ണിൽ പൊതിഞ്ഞ ബലമില്ലാത്ത വെള്ളപ്പാറകളടങ്ങുന്ന ഭൂപ്രകൃതി. ഇനി ഗംഗാവാലി നദിയെ നോക്കാം. 150 മീറ്റർ മുതൽ ഒരു ചെറു കല്ല് വന്ന് വീണാലുണ്ടാകുന്ന ശക്തിയുമായി വെറുതെ ഒന്ന് താരതമ്യം ചെയ്താൽ മനസ്സിലാകും റോഡിലേക്കും പുഴയിലേക്കും ഇടിഞ്ഞു വീണ മണ്ണും കല്ലും ഉണ്ടാക്കിയ ആഘാതം എത്രമാത്രമായിരിക്കുമെന്ന്. മംഗലാപുരം പിന്നിട്ട് കാർവാർ വഴി ദേശീയപാതയിൽ യാത്ര ചെയ്യുമ്പോഴുടനീളം കാണാം ഇത്തരം അപകട സാധ്യതകൾ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മതിയായ റീറ്റെയിനിംഗ് വാൾ നിർമ്മാണം എവിടെയും കാണാനില്ല. 6 വരി ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കേരളത്തിനും ഓർമ്മപ്പെടുത്തലാണ് ഷിരൂർ ദുരന്തം. ന്യൂസ് മലയാളം, ഷിരൂർ.